സ്തോത്രം. സൗഖ്യമായ ആ മുടന്തനോട് യേശു പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 14-ാം വാക്യം. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അപ്പം കർത്താവ് പറയുന്നത് നമ്മുടെ സൗഖ്യത്തെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? നോക്കണം. കിട്ടിയ വിടുതൽ ഒന്നുകൂടെ എന്ത് ചെയ്യണം? ഓർക്കണം. സൗഖ്യത്തിന്റെ വില നീ ഓർക്കണം. നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അതിന് വിലയില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. രക്ഷ ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് നമുക്ക് വിലയില്ല, എന്നാൽ അത് വളരെ വിലപ്പെട്ടതാണ്. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അടുത്ത വാക്യം, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. പാപം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പാപത്തിൽ തുടർന്നാൽ, പാപ വഴികളിലേക്ക് വീണ്ടും പോയാൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ പിന്നെയും കുഴപ്പം വരും. അതുകൊണ്ടാണ് യേശു കർത്താവ് മറ്റൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരൊഴുക്കില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് അന്വേഷിച്ച് നടക്കുന്നു. കണ്ടെത്താഞ്ഞിട്ട് ഈ അശുദ്ധാത്മാവ് പറയാണ്, ഞാൻ വിട്ടുപോകുന്ന വീട്ടിലേക്ക് ഞാൻ മടങ്ങിപ്പോവും. കയ്യെ പിടിച്ചു പറ, നിങ്ങളെ പിശാച് വീടെന്നാ പറയുന്നതെന്ന് പറഞ്ഞു. അതും വീടെന്നല്ല, എൻ്റെ വീടെന്നാ പറഞ്ഞു. എന്താണ്? നമ്മുടെ മേലുള്ള ക്ലെയിം ഇതുവരെ പുള്ളി എന്ത് ചെയ്തിട്ടില്ല, വിട്ടിട്ടില്ല. എന്നാൽ അവൻ തണുപ്പ് അവിടെയൊക്കെ അന്വേഷിച്ച് നടന്നിട്ട് കണ്ടെത്താതെ എന്തോ പറയണം, ഞാൻ വിട്ടുപോകുന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ അവൻ്റെ വീടാന്ന് പറയാതെ, ഒരിക്കലും ഇടം കൊടുക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ വീടായിട്ട് ജീവിക്കണം. നമുക്ക് വായിക്കാം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അടുത്ത വാക്യം, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്. അവനിൽ നിങ്ങളെ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്. ദൈവം നിങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ആത്മാവ് നമ്മളെ പണിതുകൊണ്ടിരിക്കുക. ആ പണിക്ക് നമ്മൾ വിട്ടുകൊടുക്കണം. ദൈവം നമ്മളിൽ തൻ്റെ അധിവാസമാക്കും. കർത്താവ് നമ്മളിൽ വസിക്കും. കൊരിന്ത്യർ ലേഖനത്തിൽ പറയാണ്, ശരീരം കൊണ്ട് പാപം ചെയ്യരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഒരു ശരീരമല്ലയോ? പറയാണ്, വ്യഭിചാരം, പരസംഗം ഇത്യാദി പാപങ്ങളിലേക്ക് പോകരുത്. ശരീരത്തിൻ്റെ ഇമ്മോറൽ ആയിട്ടുള്ള വഴികളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. സ്തോത്രം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലോ? ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. ഉറക്കെ പറഞ്ഞേ, ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. അപ്പോൾ ഒരു കാരണവശാലും അധാർമിക പാപങ്ങൾ ഒരു നോട്ടം കൊണ്ടോ ഒരു ചിന്ത കൊണ്ടോ പോലും പാപത്തിനിടം കൊടുക്കാതെ വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കണം. എന്നാൽ ഈ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കഴിവ് എനിക്കോ നിങ്ങൾക്കോ ഇല്ല. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ്, കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ കാര്യം നോക്കി നടത്തുന്നവൻ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരികയില്ല. പരിശുദ്ധാത്മാവ് എന്ന് കേൾക്കുമ്പോൾ വിശ്വാസികൾക്ക് കയ്യടിയും അന്യഭാഷയും പാട്ടും ആണ് വരിക. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ അതെല്ലാം സംഭവിക്കും. എന്നാൽ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മളുടെ സ്വഭാവങ്ങളെ വഴി നടത്തും. അതുകൊണ്ടാണ് റോമർ 8:14 നമ്മളിങ്ങനെ വായിക്കുന്നു. ഒന്ന് വായിക്കാം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാ. സ്വർഗീയ വിരുന്നുകാരെല്ലാം ദൈവത്തിന്റെ മക്കളാന്ന് ബൈബിളിൽ ഞാൻ വായിച്ചിട്ടില്ല. ഇന്ന സഭക്കാർ ദൈവത്തിന്റെ മക്കളാന്ന് ബൈബിളിൽ വായിച്ചിട്ടില്ല. Those who are led by the Holy Spirit are the sons of God. ദൈവത്തിന്റെ മക്കളെ, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആദാമ്യ പാപത്തോടുകൂടെ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയൊരു പ്രതിസന്ധി, നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മളെ കുഴയ്ക്കുന്ന ശത്രു വാഴാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിന് ജഡം, ഫ്ലഷ് എന്നാ പറയുന്നത്.
പ്രൈസ് ദി ലോർഡ്. ചില ഇംഗ്ലീഷ് ബൈബിളുകളിൽ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഫോളൻ നേച്ചർ എന്നാണ്. നമ്മുടെ അവയവങ്ങളിലുള്ള വീഴ്ച സംഭവിച്ച പൈശാചിക പ്രേരണയുള്ള ഒരു നേച്ചർ നമ്മുടെ അകത്ത് തന്നെയുണ്ട്. പിശാച് പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളെ തകർക്കുന്ന ഒരു ബോംബ് ഇരിപ്പുണ്ട്. അത് നമ്മുടെ വീണ്ടെടുക്കപ്പെടാത്ത ജഡമാണ്. ദൈവമക്കളെ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന നിമിഷം ആ ദൈവബദലിന്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8 പറയുന്ന, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി ഉള്ളിൽ ഞരങ്ങുന്നു. കയ്യെ പിടിച്ച് പറ, നിങ്ങളുടെ ആത്മാവെ വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ളൂ. നിങ്ങളുടെ ശരീരം എന്ത് ചെയ്തിട്ടില്ല? വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് യേശു കർത്താവ് പറയുന്നുണ്ട്. മത്തായി 24, ലൂക്കോസ് 21, മർക്കോസ് 13, ഈ 3 വേദഭാഗങ്ങൾ യേശു ക്രിസ്തു ദേവാലയം വിട്ട് ഒലിവുമലയിൽ ചെന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയാം, നാഥാ, ഈ ദേവാലയം കണ്ടോ, എത്ര മനോഹരമായി ഇത് പണിതിരിക്കുന്നു. ഉടനെ കർത്താവരോട് പറഞ്ഞു, ഇടിഞ്ഞു പോകാതെ ഒരു കല്ല് ഒരു കണ്ണിൽ മേൽ ഇരിക്കാത്ത കാലം ഇതിന് വരുന്നു. AD 30 യേശു ഇത് പറയുന്നത്. AD 70 അത് സംഭവിച്ചു. റോമൻ ഗവൺമെന്റിന്റെ ആ ചിറകിൻ കീഴിലിരിക്കുന്ന യഹൂദൻ, അവരെ പ്രീണിപ്പിച്ച് അവരുടെ ആശ്രിതരായിരിക്കുന്ന യഹൂദന്റെ ദേവാലയം ഇടിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ ആരും സമ്മതിച്ചു കൊടുക്കില്ല. എന്നാൽ ആ ദേവാലയം ക്രിസ്തുവിനെ കൈക്കൊണ്ടില്ല. യഹൂദർ ക്രിസ്തുവിനെ കൈക്കൊണ്ടില്ല. യഹൂദരെ നോക്കി യേശു ഒരിക്കൽ പറഞ്ഞു, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ നിങ്ങളെ മറച്ചുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് മനസ്സായില്ല. കയ്യെ പിടിച്ച് പറഞ്ഞ, വിടുതൽ നിലനിർത്തണമെങ്കിൽ ആ ചിറകിൻ്റെ അടിയിലിരിക്കണം. ചില കോഴിക്കുഞ്ഞ് തള്ളക്കോഴിയുടെ ചിറകിനടിയിലിരിക്കില്ല, പിന്നെ ഇടയ്ക്ക് ചാടി മുകളിൽ കയറിയിരിക്കും. അതിനെ പുള്ളു കൊണ്ടുപോയാൽ നമുക്കൊന്നും പറയാനൊക്കത്തില്ല, നമുക്കാർക്കും ശക്തിയില്ല. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് വായിക്കാം റോമർ 8:14. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ദൈവാത്മാവ് നമ്മളെ നടത്തും. ദൈവത്തിന്റെ ആത്മാവ് അഭിഷേകവും ശക്തിയും കൃപാവരവും കയ്യടിയും അന്യഭാഷ സ്തുതിയും തരും. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തീകരണമാണ്. എന്നാൽ പരിശുദ്ധാത്മാവെന്ന വ്യക്തി നമ്മുടെ കൂടെ ഇരിക്കും. എന്നെയും നിങ്ങളെയും വഴി നടത്തുവാൻ 2 കാര്യസ്ഥന്മാരുണ്ട്. ഒരുവൻ ഈ ഭൂമിയിലുണ്ട്, ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഈ ഭൂമിയിലുള്ള കാര്യസ്ഥനാണ് ആര്? പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിനെ കണ്ട ആരെ പോലെ ഇരിക്കുന്നു പറഞ്ഞാൽ യേശുവിനെ പോലെ ഇരിക്കും. കയ്യെ പിടിച്ചു വരുന്നു ഒന്ന് പറഞ്ഞാട്ട്. ചിലക്കൊരു വിചാരമുണ്ട് പിതാവിന്റെ ഷേപ്പ് എന്തുവാ, അതും യേശുവിനെ പോലെ ഇരിക്കും. കയ്യെ പിടിച്ചു വരുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പോയാൽ എന്നെ പോലെ വേറൊരു കാര്യസ്ഥൻ. കയ്യെ പിടിച്ചു പറ, യേശുവിനും പരിശുദ്ധാത്മാവിനും പിതാവിനും ഫോട്ടോ എടുത്ത ഒരുപോലെ ഇരിക്കുന്നു. ഇതിൽ ആരാ ഏതാന്ന് നിങ്ങൾക്ക് പിടികിട്ടത്തില്ല, 3 ഒരുപോലെ ഇരിക്കും. അവനെ ഇവിടെ വെളിപ്പെടുത്തിയത് യേശുവാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, അന്ന് കർത്താവ് ജെറുസലേമിലൊക്കെ നടന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കൂടെ നടക്കായിരുന്നല്ലോ. പക്ഷെ കർത്താവ് പറഞ്ഞ അതിലും കൂടെ നടക്കുന്നത് ഇപ്പോഴാണ്. അത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് അന്ന് യേശു അവരുടെ കൂടെ നടന്നെന്ന് പറഞ്ഞാൽ അവർക്ക് ശരീരത്തിലായിരുന്നുകൊണ്ട് അവരുടെ മുറിക്കകത്തോ അല്ലെങ്കിൽ അവരുടെ കൂടെയോ അവരുടെ രഹസ്യ സമയങ്ങളിലോ ഒന്നും കർത്താവിന് കൂടെ ഇരിക്കാനൊക്കില്ല. ഒക്കും സ്പിരിറ്റിൽ തനിക്ക് അതെല്ലാം കാണാം, എന്നാൽ ശരീരത്തിൽ തനിക്ക് പരിമിതി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവൻ ജീവിപ്പിക്കുന്ന ആത്മാവായി നമ്മുടെ രഹസ്യത്തിലും നമ്മുടെ പരസ്യത്തിലും നമ്മുടെ നോട്ടത്തിലും നമ്മുടെ ഇരിപ്പിലും നമ്മുടെ നടപ്പിലും നമ്മുടെ കൊടുപ്പിലും നമ്മുടെ വരവിലും നമ്മുടെ ആഗ്രഹങ്ങളിലും നമ്മുടെ ഇച്ഛകളിലും നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ മടുപ്പിലും നമ്മുടെ എല്ലാം നേരത്തും കർത്താവ് നമ്മുടെ കൂടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു കാര്യസ്ഥൻ, അതാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ആ പരിശുദ്ധാത്മാവായ കാര്യസ്ഥൻ നമ്മളെ എന്തിനു വേണ്ടിയാ വെച്ചിരിക്കുന്ന? സകല സത്യത്തിലും വഴി നടത്തും. അപ്പോ ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതൽ
വീണ്ടും പാപവഴിയിൽ, വേണ്ടാത്ത കൂട്ടായ്മയിൽ, വേണ്ടാത്ത കാര്യത്തിന് പോകാൻ തുടങ്ങുമ്പോഴേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് പറയും, കുഞ്ഞെ നീ അത് ചെയ്യരുത്, പ്രൈസ് ദി ലോർഡ്, നീ അത് പറയരുത്, നീ അത് നോക്കരുത്, നീ അത് ആഗ്രഹിക്കരുത് എന്ന് നമ്മുടെ അകത്തൊരു മന്ന സ്വരം പറയും. പ്രൈസ് ദി ലോർഡ്. നമ്മളത് അനുസരിക്കണം. നമ്മളത് അനുസരിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ മക്കളെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന ഒരാളെ കർത്താവ് ഒരിക്കലും കൈവിടത്തില്ല. അതാണ് സ്തോത്രം. നമ്മൾ യോഹന്നാന്റെ ലേഖനം പറയുമ്പോൾ, യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്ന 1 യോഹന്നാൻ 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, പാപം ചെയ്യാതിരിക്കാനാണ് നമുക്ക് ദൈവവചനം തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തുവാണ് ആ സൗഖ്യമായവനോട് യേശു പറഞ്ഞ വാക്യം മറക്കരുത്, നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ. കയ്യപ്പിടിച്ച് പറയാം, ഇടയ്ക്കിടയ്ക്ക് കിട്ടിയ സൗഖ്യം നോക്കണമെന്ന് പറഞ്ഞ്, കിട്ടിയ വിടുതൽ ഓർക്കണം. ഹലോ, വീടിൻ്റെ പഴയ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഡെയിലി ഒന്ന് ഓർക്കുന്ന നല്ലതാണ്. അല്ലെങ്കിൽ പിശാച് നമ്മുടെ മനസ്സിൽ പിറുപിറുപ്പും ഒക്കെ കയറ്റും. നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. കർത്താവ് ഒരു കാര്യം അരുതെന്ന് പറഞ്ഞാൽ അതിനുള്ള കഴിവൂടെ തരും, അതിനുള്ള പ്രൊവിഷൻ കൂടെ തരും. ചുമ്മാ പാപം ചെയ്യരുതെന്ന് നമ്മളോട് പറയില്ല. പാപം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപം ചെയ്യാതെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കർത്താവിന് അറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ച്. പക്ഷെ അതിനുള്ള ശക്തി, അതിനുള്ള കൃപ എല്ലാം കർത്താവ് തരും. കർത്താവ് തൻ്റെ ചിറക് കൊണ്ട് നമ്മളെ മറയ്ക്കും. തൻ്റെ തൂവലുകളുടെ കൊണ്ട് അവൻ നമ്മളെ എന്ത് ചെയ്യും? മറയ്ക്കും. അതിലെ 91-ാം സങ്കീർത്തനത്തിൽ അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും പകൽ നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. പിടികിട്ടിയോ? നമ്മളൊരു ചിറകിൻ്റെ അടിയിലാണ്. രക്ഷിച്ചേച്ച് വല്ലയിടത്തും കൊണ്ട് നിർത്തിയിരിക്കുകയല്ല. കയ്യെ പിടിച്ച് പറ, രക്ഷിച്ചിട്ട് വല്ലയിടത്തും കൊണ്ട് നിർത്തിയിരിക്കുകയല്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലശത്ത് വശത്ത് അവൻ നിന്റെ അടുക്കലോട്ട് വരത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. അവൻ നിന്നെ വിടുവിക്കും, അവൻ നിന്നെ മഹത്വപ്പെടുത്തും. വിടുവിക്ക മാത്രമല്ല, അവൻ നിന്നെ മഹത്വപ്പെടുത്തും, നിന്നെ ഗ്ലോറിഫൈ ചെയ്യും. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ മാനിക്കും, നിന്നെ ഉയർത്തും. നിന്റെ ഭവനത്തെ കർത്താവ് നടത്തും. ലോകം കാണെ ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി, ശുശ്രൂഷപരമായി എല്ലാ മേഖലകളിലും അവൻ നിന്നെ നടത്തും. അതിൽ നിന്ന് ഒരു വാക്യം എടുത്ത യേശുവിൻ്റെ അടുത്ത് പിശാച് വന്നു. ഈ ബൈബിളിൽ ഏറ്റവും കൂടുതൽ വാഗ്ദത്തം നിറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. വിടുതലിൻ്റെ, പ്രൊട്ടക്ഷൻ്റെ വാഗ്ദത്തം കൊണ്ട് നിറഞ്ഞ ഒരു ഭാഗമാണ് ഈ 91-ാം സങ്കീർത്തനം. അതിനകത്ത് ഒരു വാക്യമാണ് യേശുവിനെതിരെ പ്രയോഗിച്ചത്. നീ ഗോപുരത്തിൽ നിന്നെടുത്ത് ചാടിക്കും, നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളുമെന്ന് 91-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടില്ലേ? കയ്യപ്പിടിച്ച് പറ, സാത്താൻ 91 വായിക്കുന്നുണ്ടെന്ന് പറ. അവൻ ചെയ്തത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ എന്ത് ചെയ്യാണ്? മറയ്ക്കാൻ നോക്കുക. ദൈവം നല്ലതല്ലെന്ന് പറയാൻ നോക്കുകയാണ്. യേശുവിനോടും അതാണ് ചെയ്തത്, ആദമിനോടും ഹവ്വയോടും പിശാച് അതാണ് ചെയ്തത്. നിന്റെ ദൈവം കൊള്ളുകയില്ല, നിന്റെ നന്മയിൽ അവൻ ഇഷ്ടമില്ല. നമ്മുടെ കർത്താവാണ് ദൈവത്തെ ഇവിടെ വെളിപ്പെടുത്തിയത്. നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ, അധികം. അപ്പൊ കർത്താവ് ഏതേ തരത്തുള്ളൂ? നന്മ മാത്രമേ തരൂ. ഉറക്കെ പറഞ്ഞോളൂ. എൻ്റെ ദൈവം നല്ലതേ ചെയ്യത്തുള്ളൂ. ഒന്ന് വിളിച്ചു പറഞ്ഞേ. നമ്മുടെ മനസ്സിൽ, വിശ്വാസിയുടെ മനസ്സിൽ മടുപ്പും വെറുവെറുപ്പും വരുമ്പോഴേ ഓർത്തോ സാത്താൻ കയറിയിട്ടുണ്ട്. എന്നാലും ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു. പിശാചാ അത് പറയുന്നു. വിളിച്ചു പറയണേ, എൻ്റെ ദൈവം നല്ലവൻ. അബ്രഹാമിന് വാഗ്ദത്തം കിട്ടി 75-ാമത്തെ വയസ്സിൽ. 76-ാം വയസ്സിലും താൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. എൻ്റെ ദൈവം നല്ലവൻ.
2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, 80 വയസ്സിലും തനിക്ക് ഒരത്ഭുതം നടന്നില്ല. താൻ ലോകത്തോട് പറഞ്ഞു, എന്റെ ദൈവം നല്ലവൻ. സാത്താനെ തോപ്പിക്കണം ദൈവമക്കൾ, സാത്താനെ തോപ്പിക്കണം. വിളിച്ചു പറ, എന്റെ കർത്താവ് നല്ലവൻ. വിളിച്ചു പറഞ്ഞാട്ടെ, എന്റെ കർത്താവ് നല്ലവൻ. ഞാൻ വീണ്ടും പറയട്ടെ, ജഡം, ലോകം, പിശാച്, 3 ശത്രുക്കളാണ് നമ്മൾ. ഇതെല്ലാം മനുഷ്യൻ പാപം ചെയ്തോളൂ. ലോകമെന്ന് പറയുന്നത് ദൈവവിരുദ്ധമായി ചിന്തിക്കുന്ന ലോകത്തിന്റെ ചിന്താഗതിയാണ്. അതാ ലോകം. അല്ല, ഭൗതിക ലോകത്തെ അല്ല പറയുന്നു. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ ഒരു ഐഡിയയാണ് ലോകം. നിങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. ആ കാലത്ത് നിങ്ങൾ എന്ത് ചെയ്തു? ഈ ലോകത്തിൻ്റെ കാലഗതിയെ, ഒരു വേ ഓഫ് ലിവിങ് ആണത്, ഒരു ചിന്താഗതിയാണ്. അത് എപ്പോഴും ദൈവത്തോട് ശത്രുത്വത്തിലേ ചിന്തിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് ചോദ്യം ചെയ്യുന്ന, ദൈവത്തെ തിന്മയാക്കുന്ന, അത് പിശാചിൽ നിന്ന് വന്ന ഒന്ന് ലോകം, 2 ജഡം. നമ്മുടെ അകത്തെ ജഡത്തിനും ഇതേ ഐഡിയ, എപ്പോഴും ദൈവത്തോട് എതിർപ്പാ. എന്നാലും കർത്താവേ, എന്നാലും കർത്താവേ. ഇന്ന് പകൽ അതിനെ ശാസിച്ച് ജയിച്ച് തുള്ളിച്ചാടി വിടുന്നു പോകണം. നിന്റെ കാൽ കീഴിലായിരിക്കും പ്രതിസന്ധികൾ, നിന്റെ കാൽ കീഴിലായിരിക്കും പ്രശ്നങ്ങൾ. 80-ാം വയസ്സിലും 85-ലും 90-ലും 95-ലും തൻ്റെ വാഗ്ദത്തം നിറവേറിയില്ലെങ്കിലും നമ്മളിങ്ങനെ വായിക്കുന്നു, താൻ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ പിന്നെന്ത് ചെയ്തു? വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. 25 വർഷം ഒരു വാഗ്ദത്തത്തിന് വേണ്ടി സ്തോത്രം ചെയ്തു. കയ്യെ പിടിച്ച് പറ, നന്ദി, തൃപ്തി, ദർശനം. പറ, നടത്തിയതിന് നന്ദി, ഇപ്പോൾ ഉള്ളതിൽ തൃപ്തി, വരാൻ പോകുന്നതിനെ കുറിച്ച് ദർശനം. മനസ്സിലാവുന്നുണ്ടോ? ഭൂതകാലത്തെ കുറിച്ച് നന്ദി. ഉറക്കെ പറഞ്ഞേ, താങ്ക്സ് അബൌട്ട് ദ പാസ്റ്റ്. ഹല്ലേലൂയ. കണ്ടന്റ് അബൌട്ട് ദ പ്രസന്റ്. ഇന്നായിരിക്കുന്ന സ്ഥിതിയെ കുറിച്ച് തൃപ്തി, വരാൻ പോകുന്നതിനെ കുറിച്ച് ദർശനം. ഇത് 3 നിനക്കൊണ്ടോ, ഒരു ദുഷ്ടനും നിന്നെ തൊടത്തില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആർപ്പോടെ കരങ്ങൾ തട്ടി വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഒന്നും സംശയിക്കണ്ട, കർത്താവിന്റെ ആഗ്രഹം എൻ്റെ നിങ്ങളുടെ നന്മയാണ്. നോക്കൂ, നിനക്ക് സൗഖ്യമായി. അധികം അപ്പൊ തിന്മയായത് ഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. യേശു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലതേ കൊടുക്കത്തുള്ളൂ. അപ്പൻ ചോദിച്ചാൽ നിങ്ങൾ കല്ല് കൊടുക്കില്ല. മീൻ ചോദിച്ചാൽ നിങ്ങൾ പാമ്പിനെ പിടിച്ച് കുഞ്ഞുങ്ങൾ കൊടുക്കില്ല. മുട്ട ചോദിച്ചാൽ ഒരു തേളിനെ എടുത്ത് കൈ കൊടുക്കില്ലല്ലോ. തിന്മയായതൊന്നും നിങ്ങൾ കൊടുക്കില്ലല്ലോ. ദോഷികളായ നിങ്ങൾ, പാപികളായ നിങ്ങൾ നല്ലത് കൊടുപ്പാൻ ഇച്ഛിക്കുന്നെങ്കിൽ നല്ലവനായ ദൈവം ഇന്നെ കേൾക്കുന്ന ഓരോ മക്കളോടും പറയാം, നിനക്ക് വേണ്ടി നന്മകൾ അവൻ ഒരുക്കി വെച്ചിരിക്കുക. നിന്റെ ഭവനത്തിന് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ ശരീരത്തിന് വേണ്ടി, നിന്റെ സാമ്പത്തികത്തിന് വേണ്ടി നന്മകൾ ഒരുക്കി വെച്ചിരിക്കുക.